ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയെ പറ്റിയിട്ടാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ദേ ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ് ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ്. ഇത് യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ they have a well developed nucleus and it has all cell organelles which is membranous. അവർക്ക് എല്ലാ membranous cell organelലും അതേപോലെ തന്നെ well developed nucleusഉം ഉണ്ട്. They have well developed nucleus and membranous cell organelles. Okay, and we can see this group of organism that is showing a connection link to the plants, to the animals and to the fungi. Because see here, ഈ ഒരു കിങ്ഡത്തിന് നമുക്കൊരു ക്ലിയർ ബൗണ്ടറി നിശ്ചയിക്കാനാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരു യൂണിസെല്ലുലാർ പ്ലാന്റ് ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ പ്രോട്ടിസ്റ്റ. ഈ പ്രോട്ടിസ്റ്റയിൽ വരുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരു ബോട്ടണിസ്റ്റ് നോക്കുമ്പോൾ അത് അയാൾക്ക് പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഒരു ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം അവർക്ക് സെൽവോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റഡീഡ് അണ്ടർ കിങ്ഡം ആനിമേലിയ ബൈ എ സുവോളജിസ്റ്റ്. പക്ഷെ നമ്മൾ RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ ഈ എല്ലാ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിനെയും പുറത്തെടുത്ത് അതിന് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന ഒരു സെപ്പറേറ്റ് കിങ്ഡം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പറയുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കണക്ഷൻ ലിങ്ക് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിങ്ഡംസ് ആസ് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ ആൻഡ് കിങ്ഡം ഫംഗൈ ആണ് കേട്ടോ. അതായത് ഈ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നത് കിങ്ഡം പ്ലാന്റിലേക്കും കിങ്ഡം ആനിമേലിയയിലേക്കും കിങ്ഡം ഫംഗൈയിലേക്കും ഉള്ള ഒരു കണക്ഷൻ ലിങ്ക് ആണ്. ഈ എല്ലാ ഗ്രൂപ്പിലും വരുന്ന ഓർഗാനിസത്തിന്റെ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിനെ പുറത്തെടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ് സാധാരണയായിട്ട് അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് കാണാറുള്ളത്. ഈ ഓർഗാനിസം ചിലപ്പോൾ സെൽവോൾ ഉള്ളതും സെൽവോൾ ഇല്ലാത്തതുമായിട്ടുള്ള ഓർഗാനിസംസ് ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെൽവോൾ ഉള്ള ഓർഗാനിസം സെൽവോൾ ഇല്ലാത്ത ഓർഗാനിസംസ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ see this group of organism they show different mode of reproduction. അവർ പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കുന്ന ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളത്. അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ സാധാരണയായിട്ട് ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസം കാണിക്കുന്നത് അമൈറ്റോട്ടിക് ഡിവിഷൻ, ബൈനറി ഫിഷൻ ദാറ്റ് ഈസ് ബൈ അമൈറ്റോട്ടിക് ഡിവിഷൻ ആണ് കേട്ടോ. സോ ഹിയർ ദ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി occurs by ബൈനറി ഫിഷൻ. ഇവിടുത്തെ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് അമൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അമൈറ്റോട്ടിക് ഡിവിഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അമീബയിലൊക്കെ ഉള്ള ബൈനറി ഫിഷൻ അത് അമൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അതേപോലെ തന്നെ we can see they show sexual reproduction. These organisms are the first group of organisms they shown sexual reproduction. So kingdom protista shown the sexual mode of reproduction first. ആദ്യമായിട്ട് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിച്ച ഓർഗാനിസം കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. Now this kingdom include different groups of organisms by according to their nutrient habit as well as their cell wall composition, whether they have cell wall or not, whether they are parasitic or not. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ 5 ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. So this include chrysophyte, dinoflagellates, euglenoids, slime molds, then protozoans. These are the 5 groups of this kingdom protista. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ഈ ഓരോ ഗ്രൂപ്പും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. That we will see. Okay. ഇനി നമുക്ക് പ്രോട്ടിസ്റ്റയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കാം. ദാറ്റ് ഈസ് ക്രൈസോഫൈറ്റ്.
ഈ ക്രൈസോഫൈറ്റിൽ വരുന്ന ഓർഗാനിസംസ് ആണ് ഡാറ്റംസും ഡെസ്മിഡ്സും ഒക്കെ കേട്ടോ. ഈ ഡെസ്മിഡിനെ നമുക്ക് ഗോൾഡൻ ആൽഗെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഗോൾഡൻ ആൽഗെ എന്ന് വിളിക്കുന്ന ഓർഗാനിസം ഡെസ്മിഡ്സ് ആണ്. ഈ ഓർഗാനിസത്തിനെ കോമൺലി നമ്മൾ പ്ലാങ്ക്ടൻസ് എന്നൊക്കെയാണ് പറയാ. നമ്മൾ എക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഓർഗാനിസം ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണുന്ന ഓർഗാനിസംസ് ആണ്. അത് പ്ലാന്റ് പോലത്തെ ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ക്രൈസോഫൈറ്റ് ഗ്രൂപ്പിൽ വരുന്നത് കേട്ടോ. അതിനെ കോമൺലി നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് മറൈൻ ഹാബിറ്റാറ്റിലും അതേപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലും കാണുന്ന ഓർഗാനിസംസ് ആണ്. ഇവര് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. അവർക്ക് ക്ലോറോഫിൽ എ, സി, അതേപോലെ സാന്തോഫിൽ പിഗ്മെന്റ് ഒക്കെ ഉണ്ട് ഇവരുടെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ തന്നെ അവരിലെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ല്യൂക്കോസിൻ അല്ലെങ്കിൽ ക്രൈസോലാമിനാരിൻ എന്ന ഒരു പോളിസാക്രൈഡും ല്യൂക്കോസിൻ അല്ലെങ്കിൽ ക്രൈസോലാമിനാരിൻ എന്ന ഒരു പോളിസാക്രൈഡും അതേപോലെ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ ഡെപ്പോസിറ്റും ഇവർക്ക് കാണും. ഈ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ ഡെപ്പോസിറ്റ് ഒക്കെ ഇവരുടെ ഫ്ലോട്ടിംഗ് മൂവ്മെന്റിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഫ്ലാജെല്ല ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. ദേ ഡു നോട്ട് ഹാവ് ഫ്ലാജെല്ല. അതുകൊണ്ട് തന്നെ they have the fat storage that will help in floating movement. അവർക്ക് അവരുടെ ഫാറ്റ് സ്റ്റോറേജ് ആണ് ഫ്ലോട്ടിംഗ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നോക്കിയാൽ അതിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്ക കൊണ്ടാണ്. ഈ സിലിക്ക എന്ന് പറയുന്ന ഒരു ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ് ആണ്. അതായത് നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഇവര് താമസിക്കുന്ന ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ഓർ ഹാബിറ്റാറ്റ് റീജിയൻ ഈ സിലിക്കയുടെ ഡെപ്പോസിറ്റ് കാണാറുണ്ട്. ഈ സിലിക്കയുടെ ഡെപ്പോസിറ്റ് അവിടെ കുറെ വർഷങ്ങൾ ഇങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു കീസൽഗർ അല്ലെങ്കിൽ ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ് തന്നെ ഉണ്ടാക്കും. ഈ ഡയാറ്റോമീഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയാറ്റോമീഷ്യസ് എർത്തിന് പറയുന്ന വേറൊരു പേരാണ് കീസൽഗർ എന്ന് കേട്ടോ. കീസൽഗർ അല്ലെങ്കിൽ ഡയാറ്റോമീഷ്യസ് എർത്ത്. ഈ ഡയാറ്റോമീഷ്യസ് എർത്ത് അല്ലെങ്കിൽ കീസൽഗർ എന്ന് പറയുന്ന സിലിക്കയുടെ ഡെപ്പോസിറ്റിന് ഒരു എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാല് അവർക്കൊരു ഗ്രിറ്റിനെസ് ഉള്ളത് കൊണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിൽട്രേഷൻ ഓഫ് സിറപ്പ് അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോളിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡയാറ്റോമീഷ്യസ് എർത്ത് കേട്ടോ. അതേപോലെ ഡയാറ്റംസ് നമ്മൾ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവരാണ് ഫോട്ടോസിന്തസിസ് ഒരുപാട് ഈ ഇത്രയും മൈന്യൂട്ട് ഓർഗാനിസംസ് ആണെങ്കിലും അതിന്റെ നമ്പർ വളരെ കൂടുതലുള്ളത് കൊണ്ട് അവര് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന ഒരു മേജർ ഗ്രൂപ്പിൽ തന്നെ വരുന്നത് കൊണ്ടും ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസിനെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്ന് അറിയപ്പെടാൻ കാരണം. അതേപോലെ ഈ ഡയാറ്റംസ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പോറിന് പറയുന്ന പേരാണ് ഓക്സോസ്പോർസ് കേട്ടോ. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്സോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡയാറ്റംസ് ആണ് ഓക്സോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്രൈസോഫൈറ്റ്. അപ്പൊ ക്രൈസോഫൈറ്റിന് എക്സാമ്പിൾസ് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. അതിന് ഗോൾഡൻ ആൽഗെ എന്നും പറയും ഡെസ്മിഡ്സിന്. അതേപോലെ ഇത് കോമൺലി അറിയപ്പെടുന്ന പ്ലാങ്ക്ടൺ എന്നാണ്. ഫ്രഷ് വാട്ടറിലും മറൈൻ ഹാബിറ്റാറ്റിലും കാണുന്ന ഓർഗാനിസംസ് ആണ് ഇവര് ഫോട്ടോസിന്തറ്റിക് നേച്ചറുള്ള ഓർഗാനിസംസ് ആണ്. ക്ലോറോഫിൽ എ, സി ആൻഡ് സാന്തോഫിൽ പിഗ്മെന്റ് ആണ് ഇവരുടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇവരെ സ്റ്റോർഡ് ഫുഡ് ല്യൂക്കോസിൻ അല്ലെങ്കിൽ ക്രൈസോലാമിനാരിൻ എന്ന പോളിസാക്രൈഡും അതുപോലെ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ ഡെപ്പോസിറ്റ് ഇവരുടെ ബോഡിയിൽ കാണും. അതുകൊണ്ട് തന്നെ ഈവൻ ദോ ദേ ഡു നോട്ട് ഹാവ് ഫ്ലാജെല്ല, ദേ ആർ ഏബിൾ ടു ഷോ ദ ഫ്ലോട്ടിംഗ് മൂവ്മെന്റ്. അവർക്ക് ഫ്ലോട്ടിംഗ് മൂവ്മെന്റ് പോസിബിൾ ആണ് ആ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട്. അതേപോലെ അതിന്റെ സെൽ വോള് ഇൻഡിസ്ട്രക്റ്റബിൾ സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സെൽ വോള് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർലാപ്പിംഗ് സോഫ്റ്റ് ടിഷ്യൂ പോലെയാണ് ഈ ഓർഗാനിസത്തിൽ കാണുന്നത് കേട്ടോ. ഈ ഇൻഡിസ്ട്രക്റ്റബിൾ സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെൽ വോൾ ആയതുകൊണ്ട് ഈവൻ ദോ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദിസ് ഓർഗാനിസം, അത് ഓർഗാനിസം ചത്തുപോയാലും അതിന്റെ ഇമ്മീഡിയറ്റ് ഹാബിറ്റാറ്റിൽ ഈ സിലിക്കയുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വർഷങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്കും ഈ സിലിക്കയുടെ ഡെപ്പോസിറ്റ് ഒരു ഡയാറ്റോമീഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഒരു കീസൽഗർ എന്ന ഒരു പ്രോപ്പർട്ടി, അങ്ങനെ ഒരു സബ്സ്റ്റൻസ് അവിടെ കാണിക്കുന്നത് നമുക്ക് കാണാം. ആ കീസൽഗർ അല്ലെങ്കിൽ ഡയാറ്റോമീഷ്യസ് എർത്ത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഗ്രിറ്റിനെസ് ഉള്ളത് കൊണ്ട് ഓയിലിന്റെയും സിറപ്പിന്റെയും ഒക്കെ
ഫിൽട്രേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പോളിഷിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ കീസൽ ഗർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാറ്റംസ് ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി അതിന്റെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് കൊണ്ട് ദേ ക്യാൻ ആക്ട് ആസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇറ്റ്സെൽഫ്. അതായത് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഫിക്സ് ചെയ്യുന്ന ഓർഗാനിസം എന്ന ഒരു വിശേഷണം കൂടി ഉണ്ട് ഈ ഡാറ്റംസിന്. അതേപോലെ ഡാറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോർ ആണ് ഓക്സോസ്പോർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്രൈസോഫൈറ്റ്സിനെ പറ്റിയിട്ട്. ഇനി നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ അതിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നോട്ട്സും ഒന്ന് വേണ്ടവരൊന്ന് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഇവിടെ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്സോസ്പോറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. അതുപോലെ ഈ കീസൽ ഗർ എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ, ബാക്കിയെല്ലാം നമ്മുടെ ഇതിനകത്തുള്ളതാണ്. പിന്നെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ക്ലോറോഫിൽ AC, സാന്തോഫിൽ, അതേപോലെ സ്റ്റോർഡ് ഫുഡ് ലൂക്കോസിൻ അല്ലെങ്കിൽ ക്രൈസോലാമിനാരിൻ ആൻഡ് ഫാറ്റ് ഓർ ഓയിൽ, ഇതും ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ എന്നല്ല, അത് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഗ്രൂപ്പ് ക്രൈസോഫൈറ്റ് ആണ്, ഡൈനോഫ്ലാജലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡൈനോഫ്ലാജലേറ്റിന് നമുക്ക് പൈറോഫൈറ്റ എന്നും പറയും. ഡൈനോഫ്ലാജലേറ്റിന് പറയുന്ന വേറൊരു പേരാണ് പൈറോഫൈറ്റ. അതേപോലെ ഇതിന്റെ ഹാബിറ്റാറ്റ് ഇത് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്ന ഓർഗാനിസംസ് ആണ് ഇവര്. ക്രൈസോഫൈറ്റിനെ പോലെ ദീസ് ഓർഗാനിസംസ് ആർ ഓൾസോ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഇവര് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. ഇവരുടെ ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ് കേട്ടോ. ദേ ഹാവ് ദ ഫുഡ് സ്റ്റോറേജ് ആ സ്റ്റാർച്ച്. അതേപോലെ തന്നെ ഇത് പല കളേഴ്സിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. അതായത് യെല്ലോ കളർ, റെഡ് കളർ, ഓറഞ്ച് കളർ, അങ്ങനെ പല കളേഴ്സിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. അത് ബേസ്ഡ് ഓൺ ദ മെയിൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ ബോഡി ഓഫ് ദിസ് ഓർഗാനിസം. അവരുടെ ബോഡിയിൽ കാണുന്ന മേജർ പിഗ്മെന്റ് ഏതാണെന്നനുസരിച്ച് പല കളേഴ്സിലും അപ്പിയർ ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ഡൈനോഫ്ലാജലേറ്റ് ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അതിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. അതേപോലെ തന്നെ ഈ സെല്ലുലോസ് ഒരു സ്റ്റിഫ് പ്ലേറ്റ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെല്ലുലോസ് ഇങ്ങനെ അതിന്റെ സെൽ വോളില് സെല്ലുലോസ് കുറച്ച് സ്റ്റിഫായിട്ട് പ്ലേറ്റ് പോലെ അടുക്കടുക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അടുക്കടുക്കായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതിനാണ് ആർമേർഡ് സ്ട്രക്ചർ എന്ന് പറയും. ആർമേർഡ് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ അതൊരു ആർമേർഡ് അപ്പിയറൻസ് ആണ് കൊടുക്കുക. ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ സെൽ വോള് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ആ സ്റ്റിഫ് പ്ലേറ്റ് പോലത്തെ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൽ വോള് ഒരു ആർമേർഡ് അപ്പിയറൻസ് കൊടുക്കുന്നതുകൊണ്ട് അതിനെ ആർമേർഡ് ആൽഗെ എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ആർമേർഡ് ആൽഗെ എന്നും പറയാം കേട്ടോ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു പേരാണ് ആർമേർഡ് ആൽഗെ. ഓക്കെ, ഇനി നെക്സ്റ്റ് അവർക്ക് രണ്ട് ഫ്ലാജല്ല ഉണ്ട്. ദേ ഹാവ് 2 ഫ്ലാജല്ല. ഈ രണ്ട് ഫ്ലാജല്ല അറേഞ്ച് ചെയ്തേക്കുന്നത് വൺ ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി. അതായത് ആ ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ ഇതാ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെന്നിരിക്കട്ടെ. ഇതിന് രണ്ട് പ്ലേറ്റ് പോലെ ഇങ്ങനെ രണ്ട് പീസസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന പോലെയാ. ഇതിന്റെ ഒരു ഫ്ലാജല്ലത ഇങ്ങനെ ഇങ്ങോട്ടാണെങ്കിൽ ഒരു ഫ്ലാജല്ലത ഇങ്ങനെ ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് ഇതാ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിന് ഒരു എന്താ പറയാ, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലി എന്ന് പറയുന്നത് ലെങ്ത് വൈസും ഒന്ന് ട്രാൻസ്വേഴ്സ്ലി അതായത് വിഡ്ത്ത് വൈസുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ തരത്തിലുള്ള അറേഞ്ച്മെന്റ് കൊണ്ട് അവർ കാണിക്കുന്ന ഒരു വേർലിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യല്ല, ഒരു വേർലിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ആ മൂവ്മെന്റിനെ വേർലിംഗ് വിപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് നമ്മൾ വേർലിംഗ് വിപ്പ് എന്നാണ് പറയാ. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഓർഗാനിസത്തിനെ ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് വേർലിംഗ് വിപ്പ് ആൽഗെ. ഇതിന് നമ്മൾ വേർലിംഗ് വിപ്പ് ആൽഗെ എന്നും പറയും കേട്ടോ. ഇനി ഇതിന്റെ ഈവൻ ദോ ഇറ്റ് ഈസ് എ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ പ്രത്യേകത അവർക്ക് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽ, ജനറ്റിക് മെറ്റീരിയൽ DNA ഹിസ്റ്റോൺ പ്രോട്ടീനിൽ വൈൻഡ് ചെയ്തിട്ടാണ് കാണുന്നത് സാധാരണ അല്ലെ. പക്ഷേ ഈ ഗ്രൂപ്പ് ഓർഗാനിസത്തിന് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇല്ല. ഹിസ്റ്റോൺ പ്രോട്ടീൻ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ദീസ് ആർ കോൾഡ് ആസ് മീസോകാരിയോട്ട്. അത് യൂകാരിയോട്ട് എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള പേര് മീസോകാരിയോട്ട് ആണ് കേട്ടോ. ആ മീസോകാരിയോട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്ന ഡൈനോഫ്ലാജലേറ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഡൈനോഫ്ലാജലേറ്റിന് ചിലതിന് ലൈക്ക് നൊക്റ്റിലൂക്ക പോലത്തെ ചില ഓർഗാനിസത്തിന് ബയോലൂമിനിസെൻസ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അവർക്ക് ഒരു തരം ഇല്ലുമിനേഷൻ കാണാം. അത് അവരുടെ ബയോലൂമിനിസെൻസ് പ്രോപ്പർട്ടി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഫയർ ആൽഗെ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഫയർ ആൽഗെ, മീസോകാരിയോട്ട്, ആർമേർഡ് ആൽഗെ, വേർലിംഗ് വിപ്പ്, പൈറോഫൈറ്റ, ഇതൊക്കെ
ഇതൊക്കെ ഡൈനോഫ്ലാജല്ലേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ് കേട്ടോ. ഇനി ഗോണിയോലാക്സ് എന്ന് പറയുന്ന ഒരു ഡൈനോഫ്ലാജല്ലേറ്റ്, അത് റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോണിയോലാക്സ് പോലത്തെ ഓർഗാനിസംസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, വളരെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് റെഡ് ടൈഡ് എന്നൊരു ഫിനോമിനോൺ ഉണ്ടാക്കും. ഈ റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സീയിൽ ഇത് അപ്പിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ തിരമാലകൾ റെഡ് കളറിൽ വരുന്നതിനെയാണ് റെഡ് ടൈഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ആ റെഡ് കളറ് അതൊരു ടോക്സിന്റെ സെക്രീഷൻ ആണ്. ആ ടോക്സിൻ എന്ന് പറയുന്നത് സാക്സി ടോക്സിൻ ആണ് കേട്ടോ. അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ടോക്സിൻ ഉണ്ട്. ആ ടോക്സിന്റെ പേരാണ് സാക്സി ടോക്സിൻ. ഈ സാക്സി ടോക്സിൻ അതർ മറൈൻ ഫിഷസിനെ ഒക്കെ കൊല്ലാൻ കഴിവുള്ളതാണ്. ഈ സാക്സി ടോക്സിൻ നമ്മുടെ ബോഡിയിലും എത്താം ത്രൂ ദ ഫുഡ് ചെയിൻ. നമ്മൾ ഫിഷസ് കഴിക്കില്ലേ, അപ്പൊ ആ കൂടെ നമ്മുടെ ബോഡിയിലും എത്താനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ പരാലിസിസ് പോലത്തെ ഡിസീസ് ആണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ത്രൂ ദ ഫുഡ് ചെയിൻ ദ ഹ്യൂമൻ ക്യാൻ അക്വയർ ഇറ്റ് ആൻഡ് ഇറ്റ് കോസ് പരാലിസിസ്. ഓക്കെ, അതേപോലെ നൊക്റ്റിലൂക്ക എന്ന് പറയുന്ന വേറൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഡൈനോഫ്ലാജല്ലേറ്റ് അല്ലെങ്കിൽ പൈറോഫൈറ്റയ്ക്ക്. അത് നൊക്റ്റിലൂക്കയ്ക്ക് സീ ഗോസ്റ്റ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ടൈമിൽ ഈ പറയുന്ന നൊക്റ്റിലൂക്ക ഉള്ള സ്ഥലത്ത് ഒരു ബ്ലൂ കളറിൽ ഒരു ഇല്ലുമിനേഷൻ പോലെ, കടല് തിളങ്ങുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ആദ്യം കാണുന്നവർക്ക് അത് കാണുമ്പോൾ ഒരു ഭയാനകമായ ഒരു തരം ഭംഗിയായിരിക്കും. അതായത് നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിൽ, എന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ആ ഒരു രീതിയിലുള്ള അപ്പിയറൻസ് ആയിരിക്കും സീക്ക് നൊക്റ്റിലൂക്ക കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനെ സീ ഗോസ്റ്റ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നൊക്റ്റിലൂക്ക ഈസ് ഓൾസോ കോൾഡ് ആസ് സീ ഗോസ്റ്റ്. നൊക്റ്റിലൂക്ക ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഡൈനോഫ്ലാജല്ലേറ്റ് എന്ന് പറയുന്ന വേറെ പേരല്ല. നൊക്റ്റിലൂക്ക കണ്ടോ, അതായത് സം ഡൈനോഫ്ലാജല്ലേറ്റ് ആസ് നൊക്റ്റിലൂക്ക, അത് ബയോലൂമിനിസെൻസ് കാണിക്കുന്നതാണ്. അങ്ങനെ ആ നൊക്റ്റിലൂക്ക ബയോലൂമിനിസെൻസ് കാണിക്കുന്നത് കൊണ്ട് അതിനെ സീ ഗോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് നൈറ്റിൽ ഗ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ സീ ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഗോണിയോലാക്സും അതുപോലെ തന്നെ നൊക്റ്റിലൂക്കയും. കുറെ എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധാരണ ചോദിക്കാറുള്ള രണ്ട് എക്സാമ്പിൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിവിടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അതിന്റെ ഫുഡ് സ്റ്റോറേജ് വന്നിട്ട് സ്റ്റാർച്ച് ആണെന്നുള്ളത്, അതേപോലെ തന്നെ ആർമേഡ് അപ്പിയറൻസും ആർമേഡ് ആൽഗെ എന്ന് പറയുന്ന ടേം പുതിയതായിട്ട് പറഞ്ഞതാണ്. അതേപോലെ വേർലിംഗ് വിപ്പ് ആൽഗെ, ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് അതിനെ മീസോ കാരിയോട്ട് എന്ന് പറയുന്നു, അതും നമ്മൾ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ്. അത് NCERT-നെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ നൊക്റ്റിലൂക്ക, സീ ഗോസ്റ്റ്, ഇത് രണ്ടും നമ്മൾ പുതിയതായിട്ട് പറഞ്ഞതാണ്. അതേപോലെ ഫയർ ആൽഗെ എന്ന ടേമും, അതായത് ബയോലൂമിനിസെൻസ്, അത് ബയോലൂമിനിസെൻസ് കാണിക്കുന്ന പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ പറയുന്ന ഡൈനോഫ്ലാജല്ലേറ്റ്. അതും നമ്മൾ പുതിയതായിട്ട് ഇവിടെ പഠിച്ചതാണ്. NCERT-ൽ പഠിക്കാത്തതാണ് കേട്ടോ, NCERT-ൽ കൊടുക്കാത്തതാണ്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എക്സ്ട്രാ നമ്മൾ പറഞ്ഞെങ്കിലും ഒരുപാട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഒന്ന് പിക്ചറൈസ് ചെയ്ത, അതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അതിനകത്ത് തന്നെ ഈ ആർമേഡ് ആൽഗെ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ആ സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റ് എന്ന് അവർ പറയുന്നില്ലേ, അത് ആർമേഡ് അപ്പിയറൻസ്, ഇൻഡയറക്റ്റ് ആയിട്ട് ആർമേഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ ഈ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലാജെല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ വേർലിംഗ് വിപ്പ്, അതും അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേരാണ്, ആ ഒരു നെയിമിങ് എങ്ങനെയാന്ന് മാത്രമാണ് അവിടെ പറയാത്തത് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഡൈനോഫ്ലാജല്ലേറ്റിനെ പറ്റി ഓർത്തിരിക്കാനുള്ള. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. Dinoflagellates are also called as Pyrophyta. See here, they are mostly marine, photosynthetic. The food storage, it will be starch. They appear in different colors based on main pigment present in it. And cell wall is made with cellulose. Idu with aanu cellulose. It gives armored appearance, so it is called as armored algae. And they have two flagella arranged, one longitudinally and other transversely. So they show a special type of SPL, special type of movement, which is like whirling whip. So these are called as whirling whip algae. Histone proteins are absent in them, so they are known as mesokaryotes. Some dinoflagellates, as Noctiluca shows bioluminescence, so it is called as fire algae. Goniolax, that is red dinoflagellate, or that produces red tide.
that is because of the production of certain toxin called as saxitoxin. It kill other marine fishes or marine animal. Through the food chain, the human also can acquire it. It causes paralysis in human. Noctiluca is called as sea ghost because it glows in the night. കണ്ടോ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഡൈനോഫ്ലാജലേറ്റിനെ കുറിച്ചിട്ട് ഓർത്തിരിക്കാനുള്ള. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞത് പഠിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാലും മതി. ബട്ട് സ്റ്റിൽ യു ഷുഡ് ബി ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ദ ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ദിസ് പ്രോട്ടിസ്റ്റ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ദാറ്റ് ഈസ് യൂഗ്ലിനോയിഡ്.